നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ്. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധാപൂർവം കേൾക്കുക. അതുപോലെ ഇന്ന് പറയുന്ന പഠന പ്രവർത്തനങ്ങളും പ്രവേശകമായി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക. പരീക്ഷയ്ക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വായിച്ച് ഹൃദയസ്ഥമാക്കുക. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖനത്തിന് സുധാകരൻ രാമന്തളി നൽകിയിട്ടുള്ള വിവർത്തനമാണ്. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ഈ പാഠഭാഗം മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും വിശദീകരിച്ചുകൊണ്ട് പ്രകാശ് രാജ് എഴുതിയ ഉപന്യാസമാണ് ഈ പാഠഭാഗം. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവേശിക്കുന്ന നദിയാണ്, ജീവിതമാണ് മാതൃഭാഷ എന്ന ഉപന്യാസത്തിലൂടെ അദ്ദേഹം സമർപ്പിക്കുന്നു. ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത്. എന്താണ് ഈ വരിയുടെ ആശയം? ഭാഷ ചിറകാകുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? അറിവാണ് ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കുന്നത്. അറിവ് നേടാൻ ഭാഷ വേണം. ഭാഷ ചിറകാകുക എന്ന പ്രയോഗം ഭാഷയുടെ വിപുലമായ സാധ്യതകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭാഷയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയം പര്യാപ്തതയുമാണ് സൂചിപ്പിക്കുന്നത്. ഭാഷയാകുന്ന ചിറകുണ്ടെങ്കിൽ നമുക്ക് ആശയങ്ങളുടെ അറിവിൻ്റെ ആകാശത്ത്, അനന്ത വിശാലമായ ആകാശത്ത് പാറിപ്പറക്കാം. പച്ചക്കറി വാങ്ങാൻ എത്തിയപ്പോൾ അച്ഛനും മകളുമായുള്ള കരാർ എന്തായിരുന്നു? 5 വയസ്സുകാരിയായ മകളോടൊപ്പം അവധിക്കാലത്ത് പച്ചക്കറി വാങ്ങാൻ ലേഖകൻ പോകുന്നു. പച്ചക്കറി വിൽപ്പനക്കാരനോട് മകൾ തന്നെ വിലപേശി വാങ്ങിക്കണം, സാധനങ്ങൾ അവൾ തന്നെ വിലപേശി വാങ്ങണം എന്നതായിരുന്നു അച്ഛനും മകളും തമ്മിലുള്ള കരാർ. മകൾക്ക് കട ഉടമയെ സാധനങ്ങൾ തൊട്ട് കാണിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? കുട്ടി ഇംഗ്ലീഷിൽ പച്ചക്കറികളുടെ പേര് പറഞ്ഞതിനാൽ ഗ്രാമീണയും വൃദ്ധയുമായിട്ടുള്ള കച്ചവടക്കാരിക്ക് കുട്ടി പറഞ്ഞതൊന്നും മനസ്സിലായില്ല. കുട്ടി പച്ചക്കറികൾ തൊട്ട് കാണിക്കുകയാണ് ചെയ്തത്. ഇത് ലേഖകനിൽ കോപവും വേദനയും ഉണ്ടാക്കി. തൻ്റെ മകൾ അവളുടെ മാതൃഭാഷ പഠിച്ചില്ലെങ്കിൽ എന്താകും എന്നയാൾ ചിന്തിച്ചു. അടുത്ത ചോദ്യം ഇതാണ്: ലേഖകന് കോപവും ആശങ്കയും ഉണ്ടാകാൻ കാരണമെന്ത്? മാതൃഭാഷയായ കന്നഡയെ ജീവവായു പോലെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ആളാണ് ലേഖകൻ. തൻ്റെ മകൾ സ്വന്തം ഭാഷയും മറന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ലേഖകന് കോപവും ആശങ്കയും ഉളവാക്കി. ഇനി മാതൃഭാഷയെക്കുറിച്ചുള്ള ലേഖകൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലേഖകന് മാതൃഭാഷ അങ്ങേയറ്റം വൈകാരികമായി ബന്ധമുള്ളതായിരുന്നു, പ്രാണവായു പോലെ ഏറ്റവും അത്യാവശ്യമായത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകൾ ഉൾപ്പെടുന്ന പുതുതലമുറ മാതൃഭാഷയിൽ നിന്ന് അകലുന്നത് അദ്ദേഹത്തിന് അസഹനീയമായിരുന്നു. മാതൃഭാഷയെ മറക്കുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം നാട്, സംസ്കാരം, മാതാപിതാക്കൾ എല്ലാവരിൽ നിന്നും അകന്ന് അന്യരായി മാറുമെന്ന് ലേഖകൻ ഭയപ്പെട്ടു. മാതൃഭാഷ സംസാരിക്കുന്നത് അന്തസ്സും അഭിമാനവുമാണ്. അതിലൂടെ നമ്മുടെ സംസ്കാരം വിനിമയം ചെയ്യപ്പെടുകയാണ്. മാതൃഭാഷ സംസാരിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും അഭിമാനത്തോടെ ഉപയോഗിക്കുക. അമ്മ മമ്മിയായന്നേ മരിച്ചു മലയാളം, ഇന്നുള്ളത് അതിൻ ഡാഡീജഡമാം മലയാളം. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. ഈ വരികളിലൂടെ കവി വിമർശിക്കുന്നത് എന്തിനെയാണ്? അമ്മയെ മമ്മിയാക്കിയതോടെ മലയാള ഭാഷ മരിച്ചു എന്ന് കവി പറയുന്നു. ഇന്ന് അവശേഷിക്കുന്നത് ജഡം പോലെ ജീവനില്ലാത്ത ഭാഷയാണ്. വൈദേശിക ഭാഷാഭ്രമത്തെയാണ് ഇവിടെ പരിഹസിക്കുന്നത്. അമ്മ മാതൃഭാഷയുടെ പ്രതീകമാണ്. ജൈവികമായ മനുഷ്യബന്ധങ്ങൾക്ക് പകരം വൈദേശിക ഭാഷയിലെ ബന്ധപദങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വന്തം സംസ്കാരത്തെയാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. ആധുനിക പൊങ്ങച്ച സംസ്കാരത്തോടുള്ള കവിയുടെ വിമർശനവും മാതൃഭാഷയുടെ തനിമയും സ്വത്വവും സംരക്ഷിക്കപ്പെടണം എന്ന തീവ്രമായ ആഗ്രഹവും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. എന്നാൽ മാതൃഭാഷയുടെ തനിമയും സ്വത്വവും നഷ്ടപ്പെടുന്നതിനുള്ള സങ്കടവും വേദനയും കൂടി ഈ വാക്കുകളിൽ പ്രകടമാണ്. മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? കണ്ടെത്തി അവതരിപ്പിക്കുക. നമ്മെ വിഴുങ്ങുന്ന മൗനം പ്രകാശ് രാജിൻ്റെ പ്രശസ്തമായ ലേഖനങ്ങളിൽ ഒന്നാണ്.
സുധാകരൻ രാമന്തളിയാണ് ഈ ലേഖനത്തിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. അതീവ ഭാഷാസ്നേഹിയായ പ്രകാശ് രാജ് മാതൃഭാഷയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജനതയെയാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പുതുതലമുറ ഇംഗ്ലീഷിൻ്റെ പിന്നാലെ പോയി തൻ്റെ മാതൃഭാഷയെ അപ്പാടെ മറന്നുപോയിരിക്കുന്നു. കന്നഡ മാതൃഭാഷയായ പ്രകാശ് രാജും തമിഴ് മാതൃഭാഷയായുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ മകളുടെ മാതൃഭാഷ തമിഴാണ്. പക്ഷേ അവൾക്ക് തമിഴ് എഴുതാനും സംസാരിക്കാനും അറിയുമായിരുന്നില്ല. അവളുടെ ഭാവിക്ക് ഇംഗ്ലീഷ് ഭാഷയാണ് അനിവാര്യമെന്ന് മനസ്സിലാക്കിയ ഭാര്യ മകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നിർബന്ധിതയാക്കുന്നു. ഇംഗ്ലീഷ് മാത്രം മേന്മയുള്ള ഭാഷ എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ മകൾ അങ്ങനെയായി പോയതിൽ അദ്ദേഹത്തിനൊരു അതിശയോക്തിയും കാണുന്നില്ല. പക്ഷേ മകളെ അങ്ങനെ മാതൃഭാഷാ വിരോധിയാക്കി തീർത്തതിൽ ഒരു പങ്ക് ഭാര്യയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രകാശ് രാജ് തൻ്റെ കോപവും ഉത്കണ്ഠയും എല്ലാം ഭാര്യയോട് കാണിക്കുന്നു. സോഫ്റ്റ്വെയർ കമ്പനിയിലെ ചെറുപ്പക്കാരോട് സംസാരിച്ചപ്പോൾ ലേഖകന് ചിരിയും കോപവും ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു? ചെറുപ്പക്കാർ എല്ലാവരും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരായിരുന്നു. എന്തുകൊണ്ട് മാതൃഭാഷയായ കന്നഡയിൽ സംസാരിക്കുന്നില്ല എന്ന ലേഖകൻ്റെ ചോദ്യത്തിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് കന്നഡ ശരിക്കും അറിയില്ല എന്നായിരുന്നു മറുപടി. ഇത് ഇനി വരാൻ പോകുന്ന തലമുറയുടെ കൂടി മറുപടിയായി ലേഖകൻ തോന്നുകയാണ്. നഗരങ്ങളിലെ ചില വിദ്യാലയങ്ങളിലും വീടുകളിലും മാതൃഭാഷയെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് തങ്ങളുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നത്. മാതൃഭാഷ പഠിക്കാത്ത മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ എന്ന് ലേഖകൻ ആശങ്കപ്പെടുകയാണ്. പ്രസിദ്ധ നടനും സിനിമാ നിർമ്മാതാവുമായ പ്രകാശ് രാജ് മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ്, ജീവിതമാണ് മാതൃഭാഷ എന്ന ഉപന്യാസത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്. മാതൃഭാഷയും സംസ്കാരവും ഒന്നാണ്. ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളും സംസ്കാരവും ഉള്ളിൽ നിറയുന്നതും അത് നൈസർഗികമായി ബഹിർഗമിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ്. എന്നാൽ ഇന്ന് ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റ് വിദേശ ഭാഷകളോടുള്ള അഭിനിവേശം ശക്തമായിരിക്കുന്ന സാഹചര്യം തൻ്റെ മകളുടെ വ്യവഹാരങ്ങളിലൂടെ ലേഖകൻ ആവിഷ്കരിക്കുന്നു. ഉള്ളിൽ രൂപം കൊള്ളുന്ന സംസ്കാരവും ഭാവനയും ചിന്തയും മാതൃഭാഷയിലൂടെ പ്രകാശിതമാകുമ്പോഴേ അതിന് പൂർണ്ണത കൈവരികയുള്ളൂ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണി തീർത്ത നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. ഈ പ്രസ്താവന മാതൃഭാഷ ഉപന്യാസകാരനെ, അതായത് പ്രകാശ് രാജിനെ എത്രത്തോളം സ്വാധീനിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. ഭാഷ നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്, ഇല്ലേ? ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. അത് ചുറ്റുമുള്ളവർ മനസ്സിലാക്കുമ്പോൾ അത് ആ ഭാഷയ്ക്ക് അർത്ഥം മൂല്യം വരുന്നു. പ്രാധാന്യത്തോടെ ഇംഗ്ലീഷ് പഠിക്കുന്ന, അതായത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ലോകഭാഷയാണ് ഇംഗ്ലീഷ്, വേൾഡ് ലാംഗ്വേജ് എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു മലയാളി തനത് ശൈലികളോ പ്രയോഗങ്ങളോ സൗന്ദര്യമോ ഉൾക്കൊള്ളാത്ത നിഘണ്ടു കേന്ദ്രിതമായ ഒരു നിർജീവ ഭാഷയാണ് ഉൾക്കൊള്ളുന്നത്. അയാൾക്കത് പരിചയമില്ല, പക്ഷേ അത് കേട്ട് അല്ലെങ്കിൽ ആ വാക്കുകളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളൊക്കെ പഠിച്ചെടുത്ത് വേണം സംസാരിക്കേണ്ടത്. പക്ഷേ മാതൃഭാഷ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാഷയാണ്. അതിന് വേറെ ആരും നമുക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്നാണ് പ്രകാശ് രാജ് പറയുന്നത്. നമ്മുടെ ഭാഷയിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും ഇതൊക്കെ തന്നെ അതിൻ്റെ ആ ഭാഷയുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത ഒരാൾ മറ്റു ഭാഷ പഠിക്കാൻ പോകുമ്പോൾ എന്താണ് കുഴപ്പം? ആ ഭാഷയും മനസ്സിലാവുന്നില്ല, തൻ്റെ സ്വത്തും അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൻ്റെ ഭാഷയായിട്ടുള്ള മാതൃഭാഷയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മാതൃഭാഷ മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റേത് ഭാഷകളും പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു കാവ്യവും ഏതൊരു ശാസ്ത്രവും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്കുവേണം എന്നാണ്. അപ്പോൾ എന്ത് കാര്യം പഠിക്കണം, ശാസ്ത്രമാണെങ്കിലും കാവ്യമാണെങ്കിലും വേദമാണെങ്കിലും എന്ത് പഠിക്കണമെങ്കിലും നമ്മുടെ മാതൃഭാഷയിലൂടെ കേൾക്കുമ്പോൾ അതിന് എന്താണ് ശക്തിയും അല്ലെങ്കിൽ അതിലുള്ള വാക്കുകൾക്കുള്ള മഹിമയും ഏറും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നതാണ് സത്യം. അത് തന്നെയാണ് പ്രകാശ് രാജോട് പറയുന്നത്. ഞാൻ പറഞ്ഞ ജാതിയുമായി എനിക്കൊരു ബന്ധവുമില്ല, അതെൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം.
പക്ഷേ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവുമെന്നാണ് പ്രകാശ് രാജിൻ്റെ നിരീക്ഷണം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ഇതുതന്നെയാണ് വള്ളത്തോളും പറഞ്ഞിട്ടുള്ളത് അല്ലേ? എത്രയോ മുമ്പ് അദ്ദേഹവും ഈ മഹത്തരമായ വരികൾ നമുക്ക് സമ്മാനിച്ചതാണ്. അതുപോലെ അദ്ദേഹം ഇനി എന്താ പറയുന്നത്? ജാതി എന്നത് ഒരു ജനസമൂഹത്തിന് ചില അടിസ്ഥാന ഘടകങ്ങളുടെ പേരിൽ കൽപ്പിക്കപ്പെടുന്നതാണ്. തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പണ്ട് ജാതി വിഭജിച്ചിരുന്നത് അല്ലേ? ചാതുർവർണ്ണ വ്യവസ്ഥിതി, അതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യകുലത്തിൽ പിറന്നവരാണ്, നമുക്ക് ഒരു ജാതിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും ആ കുഞ്ഞ് എങ്ങനെയാണ് ആ ജാതിയിൽ അറിയപ്പെടുകയാണ്. പക്ഷേ ജാതിയുടെ മതിൽക്കെട്ടുകളിൽ നിന്ന് ഒരാൾക്ക് കടക്കാൻ അവിടെ പ്രത്യേകമായ നിയന്ത്രണ രേഖകളില്ല. അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു വ്യക്തി ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ അവനിൽ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ സ്വാംശീകരിച്ചെടുത്തതാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. അതായത് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന കാലം മുതൽക്ക് തന്നെ മാതൃഭാഷയുടെ ഉൾക്കൊള്ളൽ ഒരു ജീവവായു പോലെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് മാതാവിൽ നിന്ന് കിട്ടിയ ഭാഷ, മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അമ്മയ്ക്ക് കുഞ്ഞും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്നതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഏത് നാട്ടിലുള്ളവർക്കും അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. എന്നാൽ ഈ മാതൃഭാഷ നമ്മൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മിൽ ഉണ്ട്, അത് നൈസർഗികമായൊരു സിദ്ധി പോലെ നമ്മിൽ വന്നു ചേരുന്നതാണ്. പിന്നീട് എന്തൊക്കെ ഭാഷ നമ്മൾ പഠിച്ചാലും നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ നമ്മളെ സാധിക്കില്ല. ആ മാതൃഭാഷയിലൂടെ ആയിരിക്കും നമ്മുടെ ചിന്തനവും വിചിന്തനവും എല്ലാം തന്നെ കടന്നു പോകുന്നത്. നമ്മളെ രൂപപ്പെടുത്തുന്നതിന്, സ്വപ്നം കാണുന്നതിന് അല്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ ചിന്താമണ്ഡലം വികസിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ ഭാവനാലോകം സൃഷ്ടിക്കുന്നതിന് എല്ലാം നമ്മളെ സഹായിക്കുന്നത് മാതൃഭാഷയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രകാശ് രാജ് പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ചിറക് എന്ന് പറയുന്ന ആ പാഠഭാഗത്ത് വരുന്ന വരികളുമായിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ പ്രകാശ് രാജ് പറയുന്നത് എന്താണ്? നമുക്ക് സ്വന്തം ഭാഷ, മാതൃഭാഷയിൽ നമുക്ക് ഒരു വേരൂന്നി നിൽക്കാൻ കഴിയുമെങ്കിൽ അതിലൂടെ നമുക്ക് പിടിച്ചു കയറി ഏത് തലത്തിലേക്കും, എത്ര ഉയരങ്ങളിലേക്കും, ഔന്നത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുമായിട്ട് പറന്നുയരാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രകാശ് രാജ് ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പ്രകാശ് രാജിൻ്റെ വരികളാണ്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേരെന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. മാതൃഭാഷ നമ്മുടെ വേര്. ഞാനിത് വളരെ ചുരുക്കിയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രഭാഷണം നടത്തുന്ന രീതിയിൽ നിങ്ങളിത് തയ്യാറാക്കി ഇതിൻ്റെ ആശയങ്ങൾ ആവശ്യം വേണ്ടുന്നത് സ്വീകരിച്ച് പ്രഭാഷണമായിട്ട് തയ്യാറാക്കുക. മാതൃഭാഷ നമ്മുടെ വേര് ഒരു വൃക്ഷത്തിൻ്റെ ആധാരമാണ്. വൃക്ഷത്തിൻ്റെ ശക്തിയും നിലനിൽപ്പും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ അതിൽ തളിരുകളും ഫലങ്ങളും ഉണ്ടാകില്ല. മാതൃഭാഷ തന്നെ ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനമാകുമ്പോൾ വേരുകൾ നഷ്ടമാകുന്നു. വേരുകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ നിലനിൽപ്പില്ല. മനുഷ്യരുടെ ആശയവിനിമയ ഉപാധികളെ മുഖ്യമായും സാംസ്കാരിക ഘടകങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ മാധ്യമമാണ് ഭാഷ. ഇവിടെ മനുഷ്യർ തങ്ങളുടെ സാംസ്കാരിക സ്വത്വം ഉൾക്കൊള്ളുന്ന മാതൃഭാഷ മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെയുള്ള പഠനവും മലയാളത്തനിമയുള്ള പദങ്ങളും ഉപേക്ഷിച്ച് ഇംഗ്ലീഷ് പദങ്ങളെ ചേർത്തുകൊണ്ടുള്ള ഭാഷാ നിർമ്മിതിയും പ്രയോഗവും നിർബാധം നടത്തുകയും ചെയ്യുന്നു. ഏത് ഭാഷ പഠിക്കുന്നതും വളരെ നല്ലതാണ്. അവയെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു സംസ്കാരത്തെ ഉൾക്കൊള്ളുകയാണ് നാം ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദിയായിട്ടുള്ള മാതൃഭാഷയെ നിരാകരിച്ചുകൊണ്ടുള്ള ഏതൊരു ഭാഷാ പഠനവും വെറുപ്പും സ്വന്തം സംസ്കാരത്തിന് നിഷേധിക്കലുമാകുന്നു. മാതൃഭാഷയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏതു ഭാഷയും നിഷ്പ്രയാസം പഠിക്കാൻ ഏതൊരു വ്യക്തിക്കും കഴിയും. അതാണ് ശക്തി, അതാണ് സൗന്ദര്യം, അതാണ് വിജ്ഞാനം നേടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ചവിട്ടി നിൽക്കുന്ന നിലത്തിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. അതേ അവസ്ഥ തന്നെയാണ് മാതൃഭാഷ പിൻബലം നൽകുന്നതും. ഉള്ളിലൊഴുകുന്ന ജീവനദി വറ്റാതെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ തന്നെ ഉണ്ടാവുകയുള്ളൂ. ആ ജീവനദി, ജീവൻ്റെ പ്രാണവായു നൽകുന്ന മാതൃഭാഷ നമ്മിൽ നിന്ന് നഷ്ടമായാൽ നമ്മൾ ഇല്ലാതെയാകുന്ന അവസ്ഥ
സംജാതമാകും. ആ അവസ്ഥ വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വ്യക്തിക്കുമുണ്ട്. പാഠഭാഗം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.